പ്രേക്ഷകരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ആരോടെങ്കിലും തീർത്താ തീരാത്ത ഈ കടുത്ത വൈരാഗ്യമോ കോപമോ മറ്റെന്തെങ്കിലും വികാരങ്ങളോ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ എന്നൊരു പേപ്പർ എടുത്തിട്ടൊന്ന് എഴുതി വെച്ച് നോക്കുക. അത്ഭുതപ്പെട്ടു. ലിസ്റ്റ് എടുക്കുക. ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുഡ് ഫോർച്യൂൺസും അനന്തമാണ്, അബണ്ടനാണ്. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ AVT. ചേട്ടാ ക്ഷമയെ കുറിച്ച് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ടോ? ഗീത പറയുന്നുണ്ട്. ഗീത അർജുനോപദേശത്തിലെ അർജുനനുള്ള ഉപദേശങ്ങളിൽ ഗീത പറയുന്നത് ക്ഷമിക്കുക, കാരണം അത് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്നു എന്നാണ്. ഈ ആത്മാവിനെ ഉണർത്തുന്നു എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിലെ ആത്മാവിനെ ഉണർത്തൽ എന്താണ്? യുദ്ധത്തിന്റെ വിജയമാണ്. യുദ്ധത്തിലെ വിജയമാണ് ആത്മാവിനെ ഉണർത്തൽ എന്ന് പറയുന്നത്. കൃഷ്ണൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഇത് ഭയങ്കര എല്ലാം മെറ്റഫറിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ നേരെ ഇങ്ങ് എടുത്താൽ, ആ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അതിന്റെ അർത്ഥമൊക്കെ തലതിരിഞ്ഞു പോകും. ഇതിന് ഉപമകളിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ ഇതിന് ആഴമുണ്ട്, ഒരുപാട് ആഴത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷമയെക്കുറിച്ച് മതത്തിന്റെ ഒരു സന്ദേശം മാത്രമായിട്ടല്ല കാണേണ്ടത്. അത് മനുഷ്യന്റെ ഉയർന്ന ബോധത്തിന്റെ ഒരു അടയാളമായിട്ടാണ് അതിനെ കാണേണ്ടതെന്ന് പറയുന്നത്. നമ്മുടെ ബോധതലത്തിന്റെ ഒരു ഉയർന്ന തലത്തിലുള്ള ആ ഒരു അടയാളമായിട്ടാണ്. കാരണം ബൈബിള് പറയുന്നത് തന്നെ ക്ഷമിക്കുക, കാരണം ദൈവം ക്ഷമിക്കുന്നു എന്നാണ്. നീ ക്ഷമിക്കുക, കാരണം ദൈവം ക്ഷമിക്കുന്നു. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ നിനക്ക് ക്ഷമിക്കാൻ കഴിയില്ലേ? ഖുർആനും അത് തന്നെയാണ് പറയുന്നത്. ക്ഷമിക്കുക, അള്ളാഹു കരുണാനിധിയാണ് എന്നാ പറയുന്നത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, ക്ഷമിക്കുക, കാരണം അത് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്നു എന്ന് ഗീത പറയുന്നത്, കൃഷ്ണൻ പറയുന്നത് അത് തന്നെയാണല്ലോ. ഇപ്പൊ കുരിശിൽ കിടക്കുമ്പോൾ യേശു പറഞ്ഞത് എന്താ? പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന്. ദ ഹൈയസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ ജനറോസിറ്റി അല്ലേ? ഇതിനപ്പുറത്ത് എന്തെങ്കിലും പറയാൻ പറ്റും ഒരാൾക്ക്? ഈ ഫോർഗീവ്നെസ് എന്ന ഒറ്റ പ്രോസസ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ഷമിച്ചു വിട്ടുകൊണ്ട്, അത് പറയേണ്ടടുത്ത് ആവശ്യമില്ലാതെ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാതെ ക്ഷമിച്ചു വിട്ടുകൊണ്ട് എന്തെല്ലാം നേട്ടം ഉണ്ടായിട്ടുണ്ട്? ഒത്തിരി ബന്ധങ്ങളെ നമുക്ക് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. ഇല്ലേ? പിന്നെ തീർച്ചയായും. അപ്പൊ ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ബ്രെയിനിൽ എന്താ നടക്കുന്നത് അറിയും ഷാജി? ഇത് നടക്കുമ്പോഴേ, ഇപ്പൊ ഫോർഗീവ്നെസ് നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ വരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അമിഗ്ദല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭയവും കോപവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അമിഗ്ദല എന്ന് പറയുക. അവിടെ എങ്ങുമില്ലാത്ത വിധത്തിൽ അവിടെ ശാന്തമാകും. അമിഗ്ദല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ബ്രെയിനിൽ. അപ്പൊ നമ്മൾ ഫോർഗീവ് ചെയ്യുമ്പോൾ അവിടെ പെട്ടെന്ന് ശാന്തമാകും. ഭയവും കോപവും ഒക്കെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണത്. അതിനെ അങ്ങ് കൂളാക്കും. അത് എന്ന് വെച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള വികാരങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ കഴിയും എന്നാണ്. കൂടുതൽ സജീവമാകും ആ ഭാഗങ്ങൾ. ഫ്രീ ഫ്രണ്ടൽ കോട്ടക്സ് ഉണ്ട്. കോപം, വിവേകവും തീരുമാനമൊക്കെ എടുക്കുന്ന ഏരിയയാണ് ഫ്രീ ഫ്രണ്ടൽ കോട്ടക്സ്. അതൊക്കെ നല്ല വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും ഈ ഒരു പ്രോസസ് നടക്കുന്നതിലും. പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യും. കോപം വരുമ്പോൾ നമ്മളുടെ വാക്കുകൾ ഇടറും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ കോപം വരുമ്പോൾ വാക്കുകൾ ഇടറും, ഫീൽ ചെയ്യും. അപ്പൊ കോപം വരുന്ന സമയത്ത് നമ്മൾ വേണ്ട ക്ഷമിച്ചേക്കാം എന്ന് വിചാരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ സംഭവം ഉണ്ടാവില്ല. അപ്പൊ മനസ്സിലായില്ലേ? ഇവിടെ ഇത് മുഴുവൻ പ്രോസസ്സും നടക്കുന്ന കെമിക്കൽ പ്രോസസ് ആട്ടോ. ഇതിനത് മുഴുവൻ നടക്കുന്നത് കെമിക്കൽ പ്രോസസ്സാണ്. ഇതൊരു ഊർജ്ജ സ്രോതസ്സാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഇതിനകത്ത് നടക്കുന്ന ഈ പ്രക്രിയ മുഴുവൻ ഇന്ധനം കൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഈ ഇന്ധനങ്ങളുടെ ബൈ പ്രോഡക്ട്സ് ഒത്തിരി ഉണ്ട്. ഈ ഇന്ധനങ്ങളും ഈ ബൈ പ്രോഡക്ട്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഓരോ ധർമ്മങ്ങളുണ്ട്, ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ സ്ട്രെസ് ഹോർമോൺസ് ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, സ്ട്രെസ് ഹോർമോൺസ്. അപ്പൊ എന്താണ്? അതിന്റെ മനസ്സിന് ശാന്തതയും കൂടുതൽ ക്ലാരിറ്റിയും ലഭിക്കും. അതാണ് ബ്രെയിനിൽ നടക്കുന്നത്. ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ബ്ലഡ് പ്രഷർ കുറയും, ആങ്സൈറ്റി ഡിപ്രഷൻ കുറയും, അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റിയുള്ള സ്ലീപ്പാവും. നിങ്ങൾക്ക് ആരോടും ദേഷ്യമൊന്നുമില്ലെന്നേ, സമാധാനമായിട്ട് കിടന്നുറങ്ങാം. പ്രതിരോധ ശേഷി വർദ്ധിക്കും, ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും. ഫോർഗീവ്നെസ് ഈസ് ഈക്വൽ ടു നാച്ചുറൽ മെഡിസിൻ. എന്റെ പൊന്നോ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറയാം. മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ഈ സാധനമൊക്കെ പറയാം. പ്രേക്ഷകരൊക്കെ ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് റോബിൻ ചേട്ടനോട് ചോദിക്കാം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഒരു കഥ, അല്ലെങ്കിൽ റോബിൻ ചേട്ടന്റെ ഒരു ഫോർഗീവ്നെസ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. നല്ല ഒരു ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ, സ്വയം പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യവും ഞാൻ
മറ്റൊരാളോട് കാര്യമായിട്ട് പറയാറില്ല. ഇപ്പം ഇന്നിപ്പം ഫോർഗിവ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ നാളെ മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പ്രാക്ടീസ് ചെയ്ത കാര്യം ഞാൻ പറയാറുള്ളൂ. ഒന്ന് ചായ കുടിക്കാൻ അനുവദിക്കണം. അല്ലാതെ എന്താണ് അപ്പോൾ ഞങ്ങൾക്കും അത് കേൾക്കാൻ താല്പര്യമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവുമല്ലോ? ക്ഷമ ഒരു തീരുമാനമാണെന്ന് പറയാം. ഏതാണ്ട് 15 വർഷം മുമ്പ് എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളായ പ്രശസ്തനായിട്ടുള്ള ട്രെയിനർ ഡോക്ടർ പി വിജയൻ സാറ്, ഡോക്ടർ വിജയൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസുകളിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ധാരാളമായി പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ഒരു ദിവസം അദ്ദേഹം എന്നോട് ചോദിച്ചു, റോബിൻ നന്നായി സംസാരിക്കും, റോബിൻ ഒരുപാട് കഴിവുകളുണ്ട്, റോബിൻ്റെ ഈ കഴിവുകളൊക്കെ വെച്ചിട്ട് റോബിൻ ഇങ്ങനെയല്ല ശരിക്കും വരേണ്ടത്. കാരണം ഇതിനേക്കാൾ കഴിവ് കുറഞ്ഞ പല ആൾക്കാരും വലിയ ഉയരങ്ങളിലേക്കൊക്കെ പോകുന്നത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. റോബിൻ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇത്രയും വളർച്ച കണ്ടാൽ പോരാ, ഇത്രയും സക്സസ് ജീവിതത്തിൽ കണ്ടാൽ പോരാ. അപ്പം ഞാൻ പറഞ്ഞു, അതെന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ വരുന്നത്, അതൊന്ന് പരിശോധിക്കണം. അപ്പം എന്നോട് പറഞ്ഞു, ഒന്ന് ആലോചിക്കൂ. അപ്പം ഞാൻ കുറച്ച് ദിവസം ആലോചിച്ചു. പിന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്കങ്ങനെ പ്രത്യേകിച്ചും അങ്ങനെ തോന്നുന്നില്ല, ഞാൻ ആരോടും വൈരാഗ്യമൊന്നും കൊണ്ടു നടക്കാറില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അവിടെ കൊണ്ടു നടക്കാറില്ല, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് എനിക്കറിയില്ല, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, മൈൻഡിനും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, അല്ല അതല്ലാതെ വേറെ എന്തോ ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് അദ്ദേഹം ഉടനെ എടുത്ത് ചോദിച്ചു, ആരോടെങ്കിലും ഫോർഗീവ് ചെയ്യാനുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഫോർഗീവ് ചെയ്യാനെന്ന് പറഞ്ഞാൽ അത് പിന്നെ അല്ല, ക്ഷമിക്കാനുണ്ടോ ആരോടെങ്കിലും? ഞാനങ്ങനെ ഒരാൾക്കൊരു മോശം വരണമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പക മനസ്സിൽ കൊണ്ടെടുക്കുന്ന ആളൊന്നും അല്ല. അങ്ങനെയല്ല, റോബിനൊന്ന് ആലോചിച്ചു. ഞാൻ അന്ന് മുതൽ കുറേ ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ മെഡിറ്റേഷനിലൊക്കെ, അപ്പോൾ ശക്തമായ മെഡിറ്റേഷനുള്ള സമയമാണ്. മെഡിറ്റേഷൻ ഇങ്ങനെ പോകുമ്പോൾ ആരോടാണ് ഫോർഗീവ് ചെയ്യാനുള്ളത്, ആരോടാണ് ഫോർഗീവ് ചെയ്യാനുള്ളത്, ആരുമില്ലല്ലോ, വെറുതെ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ, അത് ആരോടാ വെറുതെ. പെട്ടെന്ന് പിടികിട്ടി. എല്ലാ ദിവസവും വർഷങ്ങളായി 10-40 വർഷക്കാലമായി, 40 ഏതാണ്ട് 28-30 വർഷക്കാലമായി ഉറക്കത്തിലും ഊണിലും മുഴുവൻ ആലോചിച്ച് കൊണ്ട് നടക്കുന്ന ഒരേ ഒരു കാര്യം, പഠിക്കുന്ന സമയത്ത് ഒരു പ്രണയമുണ്ടായിരുന്നു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള. ആ പ്രണയം നടന്നില്ല മറ്റു ചില കാര്യങ്ങൾ കൊണ്ട്. അത് എൻ്റെ ഭാഗത്തുനിന്നും ഈ പറഞ്ഞ പോലെ ചില അകന്നു പോകുന്നതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നല്ല, എൻ്റെ ഭാഗത്തുനിന്ന്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ മതപരമായ, ഒരേ മതത്തിലുള്ള ആളുകളാണെങ്കിലും, ഇപ്പം എൻ്റെ മതപരമായ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഒരു നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ കല്യാണമൊക്കെ പള്ളിയിൽ വെച്ചൊന്നും നടത്താനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിലാണെങ്കിൽ, എൻ്റെ വീട്ടിലും ആ പെൺകുട്ടിയുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് അച്ഛന്മാരും ഒക്കെയുള്ള വീടാണ്, ഇരുകൂട്ടരുമുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പ് കൂടുതലുണ്ടാകുമ്പോൾ ഞാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന തോട്ടിൽ നിന്നാണ് പതുക്കെ പിന്നെ അക്കാലത്ത് ടെലിഫോണൊന്നും ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ല. 2-3-4 ജില്ലകൾക്കപ്പുറത്താണ് രണ്ടു കൂട്ടരും ജീവിച്ചിരിക്കുന്നത്. പഠിക്കുന്ന സമയത്തിന് ശേഷം അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അവരൊന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്തു. കാണാനുള്ള സാധ്യതകളൊക്കെ തുലവും ഇല്ലാതായി. അങ്ങനെ അകന്നങ്ങ് പോയി. അപ്പോൾ അകന്നകന്ന് പോയി ആ ബന്ധം നടന്നില്ല. പിന്നീട് ഞാൻ വേറൊരു വിവാഹം കഴിച്ചു. ഈ വിവാഹം കഴിച്ചിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ ദിവസവും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു എന്താ പറയുന്ന ഒരു വേദനയായിട്ട് എൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ കാരണം ആ പെൺകുട്ടിക്ക് വേദന ഉണ്ടാവില്ലേ? ഞാൻ കാരണമാണോ ആ കല്യാണം നടക്കാതിരുന്നത്? അവർക്കത് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഞാനും അവളും ഒരുമിച്ചൊരു ജീവിതത്തിൻ്റെ കാര്യം പൊക്കോട്ടെ, പക്ഷെ ആ പെൺകുട്ടി വേദനിച്ചിട്ടുണ്ടാവുമായിരിക്കും. ആ നാട്ടിലുള്ള എൻ്റെ ഒരു പയ്യൻ, ഒരു വില്ലേജ് ഓഫീസറുണ്ട്, എല്ലായിടത്തും നമുക്ക് ആൾക്കാരുണ്ടല്ലോ. വില്ലേജ് ഓഫീസർ പയ്യനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, എടാ നീ ഇങ്ങനെ പോയിട്ടൊന്ന് സംഘടിപ്പിക്കണം, അവിടെ നമ്പർ സംഘടിപ്പിക്കണം. അവൻ നേരെ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിങ്ങളൊരു പെങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു കള്ളത്തിലൊക്കെ അവൻ പറഞ്ഞു. എന്തായാലും ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊടുത്തു. അവളെ കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്ന സ്ഥലത്തെ അവളുടെ നമ്പർ എടുത്തു തന്നു. ഈ നമ്പർ നേരെ എനിക്ക് അയച്ചു തരുന്നു. എനിക്ക് വിളിക്കാൻ പേടിയാണ്. എനിക്ക് അപ്പോഴും പേടിയുണ്ട്, ആ വിളിക്കാൻ പേടിയാണ്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടി ഡോക്ടർ വിജയനുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതിനൊരു കാരണമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ അവൾക്കറിയാം, ഈ പെൺകുട്ടികളുടെ ബന്ധമൊക്കെ അവൾക്ക് അറിയാവുന്നതാണ്. അപ്പം അവളോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പം എനിക്ക് നേരിട്ട് വിളിക്കാൻ വയ്യ. അപ്പം നീ എനിക്ക് അവളെ ഒന്ന് വിളിച്ചു തരണം. എന്താ റോജേട്ടൻ ഈ പറയുന്നത്? അവരെ ഞാൻ വിളിക്കുക? അയ്യോ അതെങ്ങനെ ശരിയാവും? ഞാൻ പറഞ്ഞു, ഇത് നീ വിളിക്കണം. അപ്പം എങ്ങനെ വിളിക്കും? ഇതാ നമ്പർ. ഓഹോ, നിങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കല്ലേ എന്നോട്. കംപ്ലീറ്റ് ഇപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ ആലോചിക്കുക, അവരൊക്കെ കാല് കഴിയെ വെള്ളം കുടിക്കണം. അവള് നേരെ വിളിച്ചു, ചേച്ചി എൻ്റെ പേര് ഇന്നതാണ്,
അപ്പോൾ അവൾ അന്നേരം ഒരു കള്ളത്തരം പറഞ്ഞു. ഞങ്ങളെ കോളേജിൽ ഒരു അലുമിനി അസോസിയേഷൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചേച്ചി പഠിച്ചത് കോളേജ് അവിടെയാണോ ഷൈനിയുടെ വീട്? അതെ. അപ്പോൾ എനിക്കിങ്ങനെ കേൾക്കാം ഈ പറയുന്ന ഈ വോയിസ് കേൾക്കാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് കുതിരവട്ടം പപ്പുവിൻ്റെ ബാക്കിൽ നിന്ന് ഒരു കിളി പറന്നു പോയാലേ, മണിച്ചിത്രത്തായാലൊരു കിളി പറന്നു പോയാൽ എൻ്റെ നട്ടലിൻ്റെ ഇവിടുന്ന് ഒരു സാധനം സർവ്വസ്വതന്ത്രമായി പോകുന്ന എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ശബ്ദം അപ്പോൾ പറയുന്നുണ്ട്. കുറച്ചേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് ചോദിച്ചു, പിന്നെ എവിടെയാണ് ശരിക്കും ഷൈനിയുടെ വീട്? അപ്പം ഇവൾക്കാണെങ്കിൽ കള്ളത്തരം പറഞ്ഞ് തീരെ ചെയ്യില്ല. നമ്മളൊക്കെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെറിയ കൊച്ചു കൊച്ചു കള്ളങ്ങളൊക്കെ പറയും, നമ്മളൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇവൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. അവിടെ പറഞ്ഞ വേടാണ് ഫോർഗീവ് മീ. ഞാൻ റോബിൻ്റെ വൈഫാണ്. ഏത് റോബിൻ? റോബിൻ തിരുമലയുടെ. അപ്പോൾ അപ്പുറത്തു നിന്നും ഒരു നിശബ്ദത. കുറേയേറെ വർഷങ്ങൾ, ഒരു സെക്കൻഡ് കൊണ്ട് കുറേയേറെ വർഷങ്ങൾ. അപ്പം ഞാനിങ്ങനെ കേട്ടിരിക്കുകയാണ്. ഹലോ ചേച്ചി. ആ കേൾക്കുന്നുണ്ട് ചേച്ചി. ഞാൻ വിളിച്ചത് റോബിച്ചേട്ടൻ്റെ ചേച്ചിയോട്, റോബിച്ചേട്ടൻ്റെ കയ്യിലെ തെറ്റുകൾ കൊണ്ടല്ലാതെ, ചേച്ചിയുടെ കയ്യിലെ തെറ്റുകൾ കൊണ്ടല്ലാതെ ആ ബന്ധം അകന്നു പോയെന്നൊരു ഫീലിംഗ് പുള്ളിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയോടൊന്ന് അപ്പോളജൈസ് ചെയ്യണമെന്ന് പുള്ളിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിച്ചത്. പുള്ളിയോടൊന്ന് സംസാരിക്കാമോ? ഭാര്യയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഭാര്യയാണ് ചോദിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഷോക്ക് അവർക്കും ഒരു പക്ഷേ ഉണ്ടാവാതിരിക്കാം. അവർ നല്ല ഫാമിലിയായിട്ട് കഴിയുകയാണ്, നല്ല നിലയിലാണ് ആയിരിക്കാം, ആണ്. അപ്പോൾ അവർ പറഞ്ഞു, റോബിനോട് പ്രത്യേകം പറയണം. എനിക്കത് കേൾക്കാം, ഞാനിങ്ങനെ ചെവി അടുത്ത് വെച്ചിരിക്കുക. റോബിനോട് പ്രത്യേകം പറയണം. പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. പക്ഷേ എല്ലാവരും അവരവരുടെ ജീവിതമൊക്കെ ആയിട്ട് പോയില്ലേ, സന്തോഷകരമായിട്ട് കഴിയുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ എൻ്റെ വളർച്ചയൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ പബ്ലിക് ഡൊമൈനിലുള്ള ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കേണ്ട കാര്യം. ഇനിയിപ്പോൾ അതങ്ങനെ പഴയൊരു ബന്ധമൊക്കെ അതൊക്കെ പിരിഞ്ഞു പോയതല്ലേ. അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ഞാൻ ആ ടെലിഫോൺ നമ്പർ എഴുതിയ പേപ്പറില്ലേ, ആ പേപ്പർ ഞാൻ അങ്ങനെ തന്നെ ചുരുട്ടിയിട്ട് അത് അപ്പം തന്നെ സെക്കൻഡ് തന്നെ ഞാൻ അത് നശിപ്പിച്ചു കളഞ്ഞു. കാരണം ഇനി അവരുടെ ജീവിതത്തിലേക്ക് എനിക്ക് പോകേണ്ട. അന്ന് എനിക്ക് കിട്ടിയ ഷാജി സതീഷ് എനിക്ക് കിട്ടിയ റിലീഫ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നോട് ഫോർഗീവ് ചെയ്തു അവർ. ഞാൻ അവരോട് ഫോർഗീവ്നെസ് ചോദിച്ച് ആ പ്രോസസ്സിൻ്റെ അവസാനം കണ്ടോ നടന്നത്? എന്നോട് അവർ ഫോർഗീവ് ചെയ്തു, ഒറ്റ വാക്കാണ്. അത് ഞാൻ കേട്ടു എന്നുള്ളതാണ്. എൻ്റെ വൈഫിനോടാണ് പറഞ്ഞെങ്കിൽ എനിക്കത് കേൾക്കാൻ കഴിഞ്ഞു. റോബിനോട് പറയണമെന്ന് പറഞ്ഞാൽ ആ സംഭവത്തിന് ശേഷം പിന്നെ എൻ്റെ ലൈഫിലുണ്ടായ ടേണിംഗ് എന്ന് പറയുന്നത് അസാമാന്യമാണ്. പിന്നെ ഇങ്ങനെ മാറ്റം ഇങ്ങനെ വരാൻ തുടങ്ങി. കാരണം ആകെ ഉണ്ടായിരുന്നൊരു വലിയ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഇല്ലാതായത്. നേരത്തെ പറഞ്ഞതുപോലെ അതുണ്ടാക്കുന്ന അശാന്തി, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അശാന്തിയില്ലേ, പല കാര്യങ്ങളുണ്ടാവും. വയലൻസ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് വരിക. മനസ്സിലായില്ലേ? ആ സമയത്തൊക്കെ നന്നായിട്ട് മദ്യപാനത്തിന് ആശ്രയമുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ പതുക്കെ എല്ലാം ഇല്ലാതായിപ്പോയി. സാധാരണ ഒരു സിനിമാ പ്രവർത്തനമൊക്കെ ജീവിക്കുന്നവരൊക്കെ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തായാലും പറയാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഫോർഗീവ്നെസ് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ഹ്യൂമൻ ജനറോസിറ്റി എന്ന് പറയുന്നത്. ഉദാരത, വിട്ടുകൊടുക്കാനുള്ളതെന്ന്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കുണ്ടാവുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം പ്രേക്ഷകരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ആരോടെങ്കിലും തീരാത്ത ഈ കടുത്ത വൈരാഗ്യമോ കോപമോ മറ്റെന്തെങ്കിലും വികാരങ്ങളോ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ എന്നൊരു പേപ്പർ എടുത്തിട്ടൊന്ന് എഴുതി വെച്ച് നോക്കുക. അത്ഭുതപ്പെട്ടു. ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് ഇവർക്ക് എല്ലാവരെയും ഫോർഗീവ്. ഓരോ 1 2 3 4 അന്നത്തെ അവനവന്റെ മതം അനുസരിച്ച്, അവനവന്റെ പ്രാർത്ഥനാ രീതി അനുസരിച്ച്, ധ്യാനത്തിലിരിക്കുമ്പോഴോ പ്രാർത്ഥനാ രീതി അനുക്കുമ്പോഴും അതിലങ്ങ് ഉൾപ്പെടുത്തിയേക്കുക. വിട്ടുകൊടുക്കുന്ന ആരാണ്? നമ്മളാ വിട്ടുകൊടുക്കുന്നത്. നമ്മളൊരു ബേർഡൻ ഇല്ലാതാക്കുക. നമ്മളൊരു ബേർഡനെ നമ്മൾ ബലികഴിക്കുക. അതിനെക്കൊണ്ട് ബലികഴിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിമഞ്ജനം ചെയ്യുകയാണ്, ഒഴുക്കിക്കളയുക. എന്നേക്കുമായിട്ട് കാലത്തിന്റെ വെള്ളത്തിൽ ഒഴുക്കിക്കളയുക, പുഴയിൽ കാലത്തിന്റെ നദിയിലേക്ക് ഒഴുക്കിക്കളയുക. ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ല. ആ കോപവും അതും വല്ലാത്ത ഫ്രീഡം ആയിരിക്കും നമുക്കുണ്ടാവുക. അവരറിയേണ്ടതേ, ഒരാളറിയേണ്ട നമ്മളല്ലാതെ. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ മഹാരോഗികളായി മാറും, അപകടകാരികളായിട്ട് നമ്മൾ മാറും. ഞാൻ ആ കഥയുടെ ക്യൂരിയോസിറ്റി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. പിന്നീട് ഒരിക്കലും
ആളെ കാണാൻ തോന്നിയിട്ടില്ല? പലപ്പോഴും ഉണ്ട്. ഞാൻ പിന്നീട് ഞാനൊരു യാത്രക്കിടയിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന, ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി, വേറൊരു പെൺകുട്ടിയെ, അവളൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, അവരെ ഞാൻ ഒരിക്കൽ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ, ഇങ്ങനെ വർത്തമാനത്തിനിടയിൽ പെട്ടെന്ന് ഈ പെൺകുട്ടിയെക്കുറിച്ച്, ഈ പറയുന്ന ആ ആളെക്കുറിച്ച് പറഞ്ഞു. അപ്പം പറഞ്ഞു അവരിപ്പോൾ എവിടെയാണ്, അപ്പോൾ അല്ല അവർ കല്യാണം എല്ലാം കഴിഞ്ഞ് അവർ ഏതോ സ്ഥലത്താണെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അവർക്കൊരു പ്രേമം ഉണ്ടായിരുന്നു, നമ്മുടെ കോളേജിൽ തന്നെയുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒന്നും അറിയാതെ, ഓ അത് ശരി, പ്രണയം ഉണ്ടായിരുന്നല്ലേ, ആ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ അവർ പിന്നെ ഒത്തിരി കാലം എന്നോട്, ഞാൻ അവരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പറയുമായിരുന്നു പുള്ളിയായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, എവിടെയാണ് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇന്നത്തെ പോലെ ടെലിഫോൺ വിളിക്കാനൊന്നുമില്ല. അപ്പോൾ കത്തിടപാടുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ കത്തുകളൊന്നും, ഞാൻ അയക്കുന്ന കത്തുകൾ അവർക്കോ അവരയക്കുന്ന കത്തുകൾ എനിക്കോ കിട്ടുന്നില്ല. പലപ്പോഴും ഇത് കാരണവന്മാരുടെ കയ്യിലൊക്കെ ഈ കത്തുകളൊക്കെ ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കയ്യിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെയാണ് ഇതൊക്കെ പല സമയത്തും ഇത് അകന്നു പോയതൊക്കെ, അടുപ്പം ഇല്ലാതെ പോയതൊക്കെ. അപ്പോൾ ഒരുപാട് നാൾ അയാൾക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ചേച്ചി കാത്തിരുന്നിരുന്നു, വരുമെന്ന് പ്രതീക്ഷിച്ച്, വലിയ സങ്കടത്തിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ ആള് ഞാനാണ്. അപ്പം പിന്നീട് ഞാൻ അവരുമായിട്ട് വളരെ കുറേയും കൂടി അടുത്തറിയാവുന്ന ഒരാളെ കണ്ടു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കുറേയും കൂടി അടുത്തറിയാവുന്ന, അന്നും എൻ്റെ കൂടെ എൻ്റെ വൈഫുണ്ട് കൂടെ, നമ്മൾ ഈ മറ്റേ നാടകം കളിച്ച ആള്, ഈ ഷൈനി. ഇത് പറയുമ്പോഴും ഉണ്ട്. അപ്പോൾ പഴയ ഓൾഡ് സ്റ്റോറി, ഓക്കെ ഞാനില്ല, ആ ഭാഗത്ത് ഞാനില്ല. ഞാനിത് കുത്തി ചോദിച്ചെന്താന്ന് വെച്ചാൽ, ഇനി ഈ പോഡ്കാസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ വീട്ടിലേക്ക് തന്നെ ചെല്ലണല്ലോ. അല്ലേ, നത്തിങ്. നമ്മൾ ലൈഫ് എന്ന് പറയുന്ന ജീവിതത്തിൽ നമ്മളിപ്പോൾ പലപ്പോഴും സംസാരിക്കുമ്പം സതീഷ് എന്നോട് പറയാറില്ലേ, എനിക്ക് പലപ്പോഴും ഒന്നും എന്നോട് ദേഷ്യം, എന്നോട് ശത്രുത ചെയ്തവരോ എന്നെ ഉപദ്രവിച്ചവരുടെ ഒരു കാര്യവും ഞാൻ ഓർക്കാറില്ലെന്ന്. എനിക്കങ്ങനെ കേട്ടോ. എന്നോട് ദേഷ്യപ്പെട്ടവരെയോ എന്നോട് ഉപദ്രവിച്ചവരെയോ പൊതുവെ എന്നോട് അങ്ങനെ ആരും ചെയ്യാറില്ല. അതോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കത് ഒട്ടും ഓർമ്മ ഉണ്ടാവില്ല. അതേസമയം എന്നെ ആരെങ്കിലും സഹായിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതൽ ഇതുവരെയുള്ള മുഴുവൻ കാര്യങ്ങൾ എനിക്ക് ഏകദേശം ഓർമ്മയാണ്. ഞാൻ അതിനകത്തൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കും റോഹൻ ചേട്ടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്നോട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വേറെ രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളോട് മര്യാദ അല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ മുഴുവൻ എനിക്ക് മാർക്കറ്റിംഗ് ആണല്ലോ എൻ്റെ പണി, ഞാൻ ക്ലൈൻ്റ് ആയിട്ട് കാണും. അപ്പോൾ ഇദ്ദേഹം എനിക്ക് പരസ്യം തരാനുള്ള ഒരാളെന്നങ്ങ് കാണുമ്പോൾ പിന്നെ ഇയാൾ എന്ത് പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല, അയാളുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കയറാൻ നോക്കും. അത് എക്സലന്റ് കേട്ടോ. കാരണം പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിനെ കാണുകയാണ്. അതെ, അപ്പോൾ അതുകൊണ്ട് ഇയാൾ എന്ത് പറഞ്ഞാലോ ഇവരെന്ത്, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ പല ആൾക്കാരെയും ഞാൻ ക്ലയൻ്റായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്ലയൻറ്റിന് എൻ്റെ അടുത്ത് എന്തുകൊണ്ടും പറയാം, കാരണം ഒരു കസ്റ്റമറായിട്ട് കരുതി കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു ടാറ്റിക്സ് ആണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ചർച്ച ആത്മീയതയുടെ പാതയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുകയല്ല കേട്ടോ. നമുക്കറിയാവുന്ന പോലെ ഇത് എങ്ങനെയായാലും, അത് സയൻസ് ഉണ്ടെങ്കിലും സയൻസ് ഇല്ല എന്ന് പറഞ്ഞാലും, ആത്മീയതയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാലും, അത് ശാരീരികമായ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞാലും, മനഃശാസ്ത്രപരമായ മറ്റൊരു സമീപനമാണ് അതിനകത്ത് എന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ നോക്കിയാലും ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന സ്വാതന്ത്ര്യവും നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഗുഡ് ഫോർച്യൂൺസും അനന്തമാണ്, അബണ്ടൻ്റ് ആണ്. ഇതിനിടയിൽ ഞാൻ അവസാനം ഒരു കാര്യം പറയാം. ഈ റേഷൻ കടയിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരാളോട് ക്ഷമിച്ച ഒരു കഥ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ. ഓക്കെ, എൻ്റെ ഫാദർ നാട് വിട്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ അല്ലേ, അത് മുമ്പ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അല്ലാതായി പോയൊരു ദിവസമാണ്. ഞാനൊരു നാട് വീട്ടിൽ നടത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. അപ്പോൾ ഫാദറുമായിട്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ട് റേഷൻ കടയിൽ പോകുകയാണെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ റേഷൻ കടയിൽ മണ്ണെണ്ണയും അരിയൊക്കെ, ആ കാലത്ത് അരിയൊക്കെ വാങ്ങിക്കാനാണ്, പഞ്ചസാരയൊക്കെ വാങ്ങിക്കാനുള്ള പൈസയും അതിനുള്ള ഇതും മണ്ണെണ്ണ വാങ്ങിക്കാനുള്ള കന്നാസൊക്കെ ആയിട്ടാണ്. അപ്പോൾ കന്നാസും സഞ്ചിയൊക്കെ റേഷൻ കടയുടെ ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ വെളുപ്പിനാണ് പോകുന്നത്. റേഷൻ കടയുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ട് ഈ നിരപ്പലകയുടെ കടയാണ്, നിരപ്പലയുടെ കട കണ്ടിട്ടില്ലേ, പീടിക. അപ്പോൾ അതിനകത്തോടെ അതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇടും. അപ്പോൾ അത് എന്തായാലും റേഷൻ കടക്കാരൻ തന്നെ എടുത്ത് ഉടമസ്ഥന് കൊടുത്തുകൊള്ളും ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെ പോയത്, ആ ബാക്കി കയ്യിലുള്ള കാശും കൊണ്ടാണ് പോയത്. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ എൻ്റെ അനിയൻ പിടികൂടി തിരിച്ച് നാട്ടിലെത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പേടിയോടുകൂടി ഒരു ത്രിസന്ധിക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ പെട്ടെന്ന് നിൽക്കവിടെ, എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊക്കെയാണല്ലോ സാധാരണ ചോദിക്കുക. ഈ പടി ചവിട്ടി പോരുത്, നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ, നീ എന്ത് കരുതി എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയാണല്ലോ, ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ അതൊരു അബദ്ധം പറ്റിപ്പോയി, അതൊക്കെ നമ്മൾ മുൻകൂട്ടി തയ്യാറായി വേണമെങ്കിൽ പറയാൻ റെഡിയായിട്ട് അവിടെ ക്ഷമിക്കണം എന്ന്
പറയാനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ച് മനസ്സിൽ റിഹേഴ്സലൊക്കെ നടത്തി വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ മൂവന്തിക്ക് കയറി വന്നപ്പോൾ പെട്ടെന്ന് മുറിയിൽ നിന്ന് ഫാദർ ഇറങ്ങി വന്നു, തിണ്ണ സൈഡിലുള്ള ഫ്രണ്ടിലെ മുറിയിൽ നിന്ന്. ആ നീ എന്നടാ റേഷൻ കട പോയിട്ട് ഇത്ര ലേറ്റ് ആയതെന്ന്. പണ്ടത്തെ അന്ന് റേഷൻ കട പോകാൻ എത്ര നാൾ കഴിഞ്ഞാണ്? 4 വർഷത്തിന് 4 വർഷം കൊണ്ട് റേഷൻ കട പോയത്. അതൊരു വലിയ ക്ഷമയല്ലേ അച്ഛൻ? വലിയ ക്ഷമയല്ലേ? വലിയ ക്ഷമയില്ല. അത്രയും എഡിറ്റഡ് ആയിപ്പോയി. അത്രയും കാലത്തെ ജീവിതം അങ്ങ് എഡിറ്റ് ചെയ്ത പോലെ ആയിപ്പോയി. ഞാനങ്ങ് ഷൂന്നായിപ്പോയി. മനസ്സിലായില്ലേ? അപ്പം ഇത്ര ഭംഗിയായിട്ട് കഥ പറയുന്നത്, ഇത്ര ഭംഗിയായിട്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ അന്നാണ് കണ്ടത്. 4 വർഷം എഡിറ്റ് ചെയ്ത് കളഞ്ഞു. അടുത്ത അദ്ദേഹത്തിന് വേണമെങ്കിൽ ഭയങ്കരമായിട്ട് എന്നോട് ദേഷ്യപ്പെടാം. അപ്പം ഞാൻ പോയിട്ട് വലിയ അനുഭവങ്ങളൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പഠിച്ചിട്ടാണല്ലോ ഈ വന്നത്, അല്ലേ? കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് കാശ് കൊടുത്താൽ കിട്ടില്ലല്ലോ. അപ്പം ഇതൊക്കെ നമുക്ക് തന്നത്, നമുക്ക് അവരൊക്കെ നമ്മളോട്, നമ്മളെ പല വികൃതികളും ഒക്കെ നമ്മോട് ക്ഷമിച്ചത് കൊണ്ടാണ്. ഇതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ തീരാത്ത പല വികൃതികളും വൃത്തികേടുകളൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ളവരോടൊക്കെ ചെയ്തിട്ടുണ്ട്, ഭാര്യയോടൊക്കെ ചെയ്തിട്ടുണ്ട്, ചീത്തവിളിയും പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ. എല്ലാവരും ചെയ്യും ഇതൊക്കെ, ഇല്ലേ? പലരും ഇത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളോടൊക്കെ അവരെത്രയോ ക്ഷമിച്ചിരിക്കുന്നു, അല്ലേ? നമ്മുടെ അമ്മയും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും എത്രയോ പേര് നമ്മൾ എന്തെല്ലാം അവരെയൊക്കെ നമ്മൾ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടാവാം. നമുക്കത് വേദനിപ്പിച്ചില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാവാം. പക്ഷെ അവരൊക്കെ നമ്മളോട് എപ്പോഴോ ശ്രമിച്ചിട്ടില്ലേ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് നമ്മളെ മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ ക്രൈസ്റ്റിൻ്റെ കാര്യം എടുത്തു പറഞ്ഞതുപോലെ 70 പ്രാവശ്യം നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ആ പ്രോസസ്സ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു 6 മാസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. 6 മാസമൊക്കെ അങ്ങനെ ചെയ്താൽ, ഡെയിലി ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങ് ചെയ്താൽ മതിയെന്നേ. പ്രകൃതം തന്നെ മാറും, നിങ്ങളെ നിങ്ങളെ മുഖം തന്നെ മാറും. നിങ്ങളെ ഇന്നർ ഗ്ലോ, എക്സ്റ്റേണൽ ഗ്ലോ, കണ്ണുകളുടെ കാന്തികശക്തി മുതൽ മുഴുവൻ സാധനങ്ങൾ മാറും. ആ ഓക്സിറ്റോസിൻ്റെയും സെറിറ്റോണിൻ്റെയും മെലാറ്റോണിൻ്റെയും ഡോപ്പാമൈൻ്റെയും ഒക്കെ വിളയാട്ടം നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാവും. അട്രാക്ട് ചെയ്യപ്പെടും നിങ്ങൾ. മനസ്സിലായില്ലേ? ജീവിതവിധം അതിലൂടെ ഉണ്ടാവും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഈ ഒരേ ഒരു കാര്യം, മറ്റൊന്നും പ്രാക്ടീസ് ചെയ്യണ്ട. ഈ ഒരേ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ക്ഷമിക്കാൻ പഠിക്കുക.